ഫാമിലി കോൺഫറൻസ്, വിസ്ഡം ഫാമിലി കോൺഫറൻസ്, നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫറൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സ്വാഗതം പ്രസംഗത്തിനായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാതുറ യൂണിറ്റ് സെക്രട്ടറി സാബു സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു വഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു വഉലൈക ഹും ഉലുൽ അൽബാബ്. സ്നേഹാദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാതുറ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഫസിൽ നിജാബ് സാഹിബ്, ആയുസ് ധന്യമാക്കുക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനി പണ്ഡിതൻ സഫീർ സലാഹി, ഈ സായാഹ്നത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സിൽ അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ വരുന്ന 23-ാം തീയതി ഞായറാഴ്ച 4:30 സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രഭാഷണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഏറെ കാലിക പ്രസക്തമായ വർത്തമാനകാല പ്രസക്തിയുള്ള വിഷയങ്ങളാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു അവസ്ഥ. ലഹരിയിലും അവിഹിതത്തിലും മദ്യത്തിലും ഏറെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ എങ്ങനെ മധുരതരമാക്കാം, എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന് പ്രമാണബദ്ധമായി ഇസ്ലാമികമായി ശാസ്ത്രീയമായി പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു മഹാസമ്മേളനമാണ് ഈ വരുന്ന 23-ാം തീയതി ഇൻഷാ അല്ലാഹ് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നത്. ആ ഒരു പരിപാടിയിലേക്ക് ആദ്യമായി ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ആയുസ് ധന്യമാക്കുക എന്ന വിഷയമാണ്. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പ്രവാചക ജീവിതത്തിലെ പ്രവാചകന്റെ ഒരു തിരുമൊഴി മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അഥവാ ജീവിതത്തിലെ 5 അവസ്ഥകൾ നിങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് 5 അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. അതിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. നമുക്കറിയാം, വാർദ്ധക്യാവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായവും അതുപോലെ തന്നെ
അവരുടെ ഒരു സഹായമില്ലാതെ നമുക്ക് നടക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുവാനോ നമുക്ക് വിചാരിച്ച കാര്യം നടത്തുവാനോ കഴിയില്ല. യൗവനത്തിൽ നമ്മൾ മനസ്സാഗ്രഹിക്കുന്നത് സ്ഥലത്ത് നമുക്ക് എത്തുവാനും നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, രോഗത്തിന് മുമ്പ് രോഗത്തിന് മുമ്പുള്ള നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്നതുപോലെ രോഗം ഏതവസ്ഥയിലും എപ്പോഴും നമ്മളെ പിടികൂടാം. അതിന് പ്രായമോ മറ്റോ ഒന്നും നമുക്ക് അതിനൊരു കാരണമല്ല, അതിനൊരു തടസ്സവുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ചെറുപ്പത്തിൽ തന്നെ യുവാവായിരിക്കുമ്പോൾ തന്നെ സ്ട്രോക്കും അതുപോലെ തന്നെ ഹൃദയസ്തംഭനവും ഒക്കെ നമ്മൾ നിരന്തരമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യാവസ്ഥയിൽ രോഗം എത്തുന്നതിന് മുമ്പുള്ള ആരോഗ്യാവസ്ഥ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകേണ്ടതുണ്ടെന്നതിന്റെ പ്രാധാന്യമാണ് രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതത്തെയാണ്. മരണം എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നതെന്ന് നമുക്ക് യാതൊരു നിശ്ചയം ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പുള്ള ജീവിതത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തതായി തിരുദൂതർ പറഞ്ഞത്, ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിങ്ങളുടെ സമ്പന്നതയെ നിങ്ങൾ സൂക്ഷിക്കണം. പലപ്പോഴും സാമ്പത്തികമായി നല്ല നിലയിലിരിക്കുമ്പോൾ ഒരു ദീനീ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള പൊതു കാര്യത്തിനോ ആരെങ്കിലും പള്ളി കമ്മിറ്റിക്കാരോ മറ്റോ സമീപിച്ചാൽ സാമ്പത്തികമായി നമുക്ക് നല്ല ഭദ്രതയുള്ള സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കുകയും അത് കഴിഞ്ഞ് എല്ലാ സമ്പത്തും അള്ളാഹു തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ വിലപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ്, ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സമ്പന്നതയെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഈ 5 ഉപദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നൽകിയത് ആയുസ് ധന്യമാക്കുക എന്ന വിഷയത്തെ അധികരിച്ചുകൂടെ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഈ 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ മൗലവി അത് വിശദീകരിക്കും. അതുകൊണ്ട് സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ മറ്റു വിഷയങ്ങൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇവിടെ ആയുസ് ധന്യമാക്കുക എന്ന വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ഒരു കാര്യം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണമെന്നത് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചാണ്. സൂറത്തുൽ സുമറിലെ 39-ാമത്തെ അധ്യായം, സൂറത്തുൽ സുമറിലെ 18-ാമത്തെ അധ്യായത്തിലൂടെ അള്ളാഹു അത് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്, അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും വയത്തബിഊന അഹ്സനഹും, അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും, ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിലേറ്റവും ഉത്തമമായതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹു ഹിദായത്ത് മാർഗദർശനം നൽകിയിട്ടുള്ളത്. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു വ ഉലൈക ഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായും അള്ളാഹു ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നവരുടെ ലക്ഷണമായും അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഉറക്കം തൂങ്ങാതെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ കളയാതെ ഈ സദസ്സിലിരിക്കുന്ന ദീനി വിജ്ഞാനം നുകരാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നവരോട് അള്ളാഹുവിന്റെ വാക്ക് ഇതാണ്, ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുകയും ആ കേട്ട കാര്യങ്ങൾ സത്യസന്ധമാണ്, അത് പ്രമാണബദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാരാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധാപൂർവം ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ അത് അറിയാത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ബാധ്യത നിർവഹണമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഇത്തരം പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന്
അധ്യക്ഷത വഹിക്കുന്ന ഫസൽ നിജാബ് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനാണ്. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രബോധന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഏറെക്കാലമായി തന്നെ നേതൃത്വം കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ഒരു യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആയുസ് ധന്യമാക്കുന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ പണ്ഡിതൻ സഫീർ സലാഹിയെ കൃത്യമായി ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ദീനി സദസ്സിൽ എത്തിച്ചേർന്ന നല്ലവരായ എല്ലാ സഹോദരങ്ങൾക്കും ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയാവതരണത്തിനായി ബഹുമാന്യ പ്രഭാഷകൻ സഫീർ സലാഹിയെ വളരെയേറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ബഹുമാനമുള്ള അധ്യക്ഷൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ,
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ല കേന്ദ്രമാക്കി ഈ വരുന്ന 23-ാം തീയതി വൈകുന്നേരം 4:30 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം വിശ്വാസവിശുദ്ധിയും സംതൃപ്ത കുടുംബവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വലിയ ഒരു മഹാസമ്മേളനത്തിന് ഉള്ള തയ്യാറെടുപ്പുകളിലാണ്. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിലാണ് നമ്മളിപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. ആയുസ് ധന്യമാക്കുക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറയുവാനാണ് ഈ ചുരുങ്ങിയ വേളയിൽ നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്കൊക്കെ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആയുസ് എന്നുള്ളത്. അള്ളാഹു നമുക്ക് ഇട്ടു തന്ന ആയുസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ അനുഗ്രഹം നഷ്ടപ്പെട്ട നമ്മുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ പലരും ഇന്ന് ഖബറിലാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ യൗമൽ ഖിയാമ. നാളെ നമ്മളൊക്കെ മരണത്തിനു ശേഷം ഒരു ജീവിതത്തെ അഭിമുഖീകരിക്കാനുണ്ട്. മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ ഖബറെന്ന ഒരു അനന്തമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അനന്തരം പരലോകമെന്ന ഒരിക്കലും തീരാത്ത അനന്തമായ ലോകത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നവരാണ്. ആ അനന്തമായ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. ആ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെയും കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല, മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി അള്ളാഹു ചോദ്യം ചെയ്യാതെ ഒരടിമയ്ക്കും ഒരു മനുഷ്യനും തന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന ഹദീസ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഉംരിഹി ഫീമാ അൻഫാഹു, ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച്, ആയുസ് ഏതൊക്കെ നിലയ്ക്ക് അവൻ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ചോദ്യം ചെയ്യപ്പെടലില്ലാതെ ഒരു മനുഷ്യനും തന്നെ പരലോകത്ത് അവന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ വർഷങ്ങളായി എണ്ണി തീർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട ആയുസ്സിനെ കുറിച്ച്, ആ ആയുസ് ഓരോ നിമിഷവും നമ്മൾ
അത് അനുഭവിച്ചതിനെ കുറിച്ച് വ്യക്തമായ ചോദ്യം ചെയ്യപ്പെടലുകൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ പറയുന്നത് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നതാണ്. ജീവിതമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഒന്നു മാത്രമേയുള്ളൂ, അത് ഐഹികമായ ജീവിതം മാത്രമാണ്. ഈ ഒരു ജീവിതത്തോടുകൂടി മനുഷ്യന്റെ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും അവസാനിച്ചു പോകുന്നു എന്ന് ഇന്ന് ഈ ആധുനിക നൂറ്റാണ്ടിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം അതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം ഈ നൈമിഷികമായ ഈ ദുനിയാവിലെ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നതാണോ? ബുദ്ധിയുള്ള ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് ഇത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ലോകത്ത് പരിപൂർണമായി നീതി ലഭിക്കുവാൻ ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു മനുഷ്യനും തന്നെ പരിപൂർണമായ നീതി ഈ ലോകത്ത് ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. പരിപൂർണമായ നീതി ലഭിക്കണമെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ നീതിയോടുകൂടിയുള്ള ഒരു സമീപനം ഓരോ മനുഷ്യർക്കും ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മരണത്തോടുകൂടിയാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഓ മനുഷ്യരെ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളുടെ മരണത്തിന് ശേഷം എന്റെ അടുക്കലേക്ക് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് മടക്കിക്കൊണ്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് പറയുകയാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതമല്ല, മറിച്ച് മരണത്തോടുകൂടിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. മറ്റൊരു ആയത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാൻ, ഏ മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ അൻ യുത്രക സുദാ, നിന്നെ അങ്ങ് വെറുതെ വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി ലോകത്ത് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ കോടാനുകോടി ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഏകകോശജീവിയായ അമീബ മുതൽ ബഹുകോശജീവിയായ നീലത്തിമിംഗലം വരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെക്കാൾ വേഗതയും ശക്തിയും കഴിവുമൊക്കെയുള്ള ഒട്ടനവധി ജീവജാലങ്ങൾക്കിടയിലാണ് മനുഷ്യരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കോടാനുകോടി ജീവജാലങ്ങളോടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ മനുഷ്യനെ കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം മറ്റൊരു ജീവിക്കും നൽകാത്ത ആദരവും ശ്രേഷ്ഠതയും മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം വഹബൽനാഹും ഫിൽ ബർരി വൽ ബഹർ. തീർച്ചയായും മനുഷ്യർക്ക്, ആദമിന്റെ മക്കൾക്ക് അവരെ നാം ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത് ലോകത്തുള്ള ഒരു ജീവജാലങ്ങൾക്കും അല്ലാഹു നൽകാത്തൊരു അംഗീകാരമാണ്. മനുഷ്യരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ ആദരവ് ലഭിച്ചിട്ടുണ്ട്, അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറയുന്നത്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലെയും കരയിലെയും ആധിപത്യം നാം മനുഷ്യന് നൽകുകയും ചെയ്തു എന്ന് മനുഷ്യ സൃഷ്ടിപ്പിനെ വ്യതിരിക്തമായി കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും കളയുവാനുള്ള ഒന്നല്ല മനുഷ്യന്റെ ജീവിതം. ആ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അവന്റെ സൃഷ്ടാവിനുണ്ട് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ്
മനുഷ്യ സമൂഹം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഈ ഒരു വ്യക്തമായ ലക്ഷ്യം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാനാണ് ഈ ലോകത്തേക്ക് പ്രവാചകന്മാർ കടന്നു വന്നത്. 1,00,000-ൽ പരം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്തിനാണ് ആ പ്രവാചകന്മാർ കടന്നു വന്നത്? മനുഷ്യർക്ക് യഥാർത്ഥ മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, യഥാർത്ഥ സന്മാർഗം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ സമൂഹത്തിലേക്ക് അയച്ചത്. 1,00,000-ൽ പരം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ, മനുഷ്യർക്ക് കൃത്യമായ ദിശാബോധം കാണിച്ചു കൊടുക്കാൻ, മനുഷ്യർക്ക് സന്മാർഗത്തിന്റെ ആ ഒരു ദീപം തെളിയിച്ചു കൊടുക്കാൻ 1,00,000-ൽ പരം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം മനുഷ്യരെ ക്ഷണിച്ചത് യഥാർത്ഥമായ ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു. നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാം അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യനായിരുന്നു. അവർ സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ പിശാചിന്റെ പ്രേരണ മൂലം അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിട്ട് ഭൂമിയിൽ നിങ്ങൾ ജീവിതം ആരംഭിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ അടുക്കൽ നിന്നും ഒരു ഹുദ, ഒരു സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആ സന്മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകില്ല, അവർക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല. ആ ഹുദ പിൻപറ്റിക്കൊണ്ടാണ് നിങ്ങൾ ജീവിതം നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ ജീവിതവും ധന്യമാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇവിടെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആയുസ് ധന്യമാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അത് നമ്മൾ പൂർത്തിയാക്കണമെങ്കിൽ അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഹുദ, സന്മാർഗം, അത് സ്വീകരിച്ചുകൊണ്ട് ആ രക്ഷിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടത്. ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം നൂഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ വരുന്നതിന് മുമ്പ് അവരുടെ ഇടയിൽ സംഭവിച്ചു പോയ പിഴവുകളും പ്രശ്നങ്ങളും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഫതവാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകതീറും മിൻഹും ഫാസിഖൂൻ. ആദം നബി അലൈഹിസ്സലാമയുടെ വഫാത്തിനു ശേഷം ഫതവാല അലൈഹിമുൽ അമദു, കുറേ കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഫഖസത് ഖുലൂബുഹും, ജനങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങനെ കടുത്തു പോകാൻ തുടങ്ങി. വകതീറും മിൻഹും ഫാസിഖൂൻ, അവർ തിന്മകളിൽ ലയിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമയെ പ്രവാചകന്റെ ദൗത്യവും ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ അവസ്ഥകൾ എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ പൂർവികന്മാരായ നല്ല മനുഷ്യരെ അവർ ബഹുമാനിച്ച് ആദരിച്ച് അവസാനം അവരെ ആരാധിക്കുന്ന നിലയിലേക്ക് എത്തിയ, കൊടും പാതകങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു നിൽക്കുകയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ. മരണപ്പെട്ടു പോയ നല്ലവരായ ആളുകളെ അവരോട് സഹായതേട്ടം ചെയ്യുന്ന ആളുകളായി ആ ജനവിഭാഗം മാറി.
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ ആ ഒരു സമൂഹത്തിലേക്ക് പറഞ്ഞയച്ചു. ഇന്നി ലക്കും നദീറും മുബീൻ, തീർച്ചയായും ആ പ്രവാചകൻ പറയുകയാണ്, ഇന്നി ലക്കും നദീറും മുബീൻ, ഓ മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരൻ തന്നെയാകുന്നു. അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് ആദ്യമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, ഞാൻ നിങ്ങൾക്ക് വേദനാജനകമായ ഒരു ശിക്ഷയെ അങ്ങേയറ്റം ഭയപ്പെടുന്നു. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം, നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അല്ലാതെ കേവലം അവന്റെ സൃഷ്ടികളെ, ദുർബലന്മാരായ സൃഷ്ടികളെ ആരാധിക്കരുത്. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാ അപരാധമാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നില്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷകൾ നിങ്ങളെ പിടികൂടുമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ താക്കീത് നൽകുകയാണ്. 1-2 വർഷമല്ല ആ പ്രവാചകൻ ആ സമൂഹത്തോട് പ്രബോധനം നടത്തിയത്. 950 വർഷക്കാലം അദ്ദേഹത്തിന്റെ പുരുഷായുസ് മുഴുവനും 950 വർഷക്കാലം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തതിന്റെ അപ്പുറമായിരുന്നു. ആ 950 വർഷക്കാലം ആ പ്രവാചകൻ ആ സമൂഹത്തോട് പ്രബോധനം ചെയ്തു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവോട് മാത്രമേ സഹായങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിക്കാവൂ എന്ന് ആ പ്രവാചകൻ 950 വർഷക്കാലം. എന്നിട്ട് വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ കുറച്ച് അനുയായികൾ മാത്രമേ ആ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രിയതമയും അദ്ദേഹത്തിന്റെ പുത്രൻ പോലും ആ പ്രവാചകൻ പറയുന്ന വാക്കുകളെ അംഗീകരിക്കാതെ സത്യനിഷേധികളായി തീരുകയും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിനോട് ആരാധിക്കുവാൻ വേണ്ടിയാണ്, യഥാർത്ഥമായ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് നൂഹ് നബി അലൈഹിസ്സലാം അവർക്ക് കാണിച്ചു കൊടുത്തത്. അതുപോലെ ഓരോ പ്രവാചകന്മാരും, ഹൂദ് നബി അലൈഹിസ്സലാം വഇലാ ആദിൻ അഖാഹും ഹൂദൻ, സൂറത്തുൽ ഹൂദിൽ ഹൂദ് നബിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇലാ ആദിൻ അഖാഹും ഹൂദൻ, ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നാം പ്രവാചകനായി തിരഞ്ഞെടുത്തു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം ഇഅ്ബുദുല്ലാഹ്, ഓ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ യാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് ചോദിക്കുന്നതായി പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം അദ്ദേഹവും ആ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വഇലാ സമൂദിൻ അഖാഹും സ്വാലിഹൻ, സ്വാലിഹ് നബി അലൈഹിസ്സലാമയെ സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തുകൊണ്ട് അയക്കുകയാണ്. ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഖൗം, ഓ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ യാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല എന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയുകയാണ്. അതുപോലെ തന്നെ ശുഐബ് നബി അലൈഹിസ്സലാം വഇലാ മദിയന അഖാഹും, മദിയൻ എന്ന് പറയുന്ന ആ ഒരു നാട്ടിലേക്ക് ശുഐബ് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുത്തു. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഏ ജനങ്ങളെ, ഏ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ യാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല എന്ന്. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും
അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത് യഥാർത്ഥമായ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കായിരുന്നു. 25ഓളം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ 25 പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെ ആദ്യമായി ക്ഷണിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരുന്നു. അതാണ് ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പ്രവാചകനാകുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്ന ആ ഒരു അംഗീകാരം എത്രമാത്രമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും പ്രിയങ്കരനായിരുന്നു. ആ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും സുസമ്മതനായിരുന്നു. എല്ലാവരും പ്രശ്നങ്ങൾ ഒത്തുതീർക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരുന്നു വന്നിരുന്നത്. അവരുടെ സമ്പത്ത് സൂക്ഷിക്കുവാൻ വേണ്ടി അവർ ഏൽപ്പിച്ചിരുന്നത് പ്രവാചകനെയായിരുന്നു. അവരെല്ലാവരും പരക്കെ പ്രവാചകനെ വിളിച്ചിരുന്ന നാമം എന്ന് പറയുന്നത് അൽ അമീനായിരുന്നു. അവർക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരൻ പ്രവാചകനായിരുന്നു. അൽ അമീൻ, വിശ്വസ്തൻ എന്നായിരുന്നു അവരെല്ലാവരും പ്രവാചകനെ സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ പ്രവാചകനായി തിരഞ്ഞെടുത്ത അന്ന് മുതൽ സൽസ്വഭാവിയെന്നും അതുപോലെ തന്നെ വിശ്വസ്തൻ എന്നുമൊക്കെ വിളിച്ചിരുന്ന അതേ ആളുകൾ തന്നെ പ്രവാചകനെ കള്ളനെന്നും ഭ്രാന്തനെന്നുമൊക്കെ തിരുത്തി വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ പ്രവാചകന് ആഗതമായതിനു ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ താങ്കൾ താങ്കളുടെ അടുത്ത ബന്ധുക്കളോട് താങ്കൾ ഉത്ബോധനം നടത്തണം, താക്കീത് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ വരുന്ന അനന്തര ഫലങ്ങളെ കുറിച്ച് അവിടെ ചിന്തിച്ചുകൊണ്ട് പിന്മാറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറി ഓരോ സമൂഹത്തെയും ഓരോ ഗോത്രത്തെയും അവിടെ വിളിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവൻ ആ സഫാ കുന്നിന്റെ മുകളിലേക്ക് ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എല്ലാവരും വളരെ ആശ്ചര്യത്തോടുകൂടി മുഹമ്മദിന് എന്തോ നമ്മളോട് പങ്കുവെക്കാനുണ്ട്, എന്തോ വലിയ ഒരു കാര്യം നമ്മളോട് പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടിക്കിതച്ചുകൊണ്ട് സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വന്നു ചേർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ ചില കാര്യങ്ങൾ അവരോട് പറയുകയാണ്. ഈ കുന്നിന്റെ പുറകുവശത്തു നിന്നും ഒരു വലിയ സമൂഹം ആയുധസജ്ജരായി നിങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ബലായ മുഹമ്മദ്, അതെ, നമ്മളൊക്കെ അത് വിശ്വസിക്കും. കാരണം ഇന്നുവരെ ജീവിതത്തിൽ നീ കളവ് പറഞ്ഞതായി നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല, നീ ചതി ചെയ്യുന്നതായി നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, നീ ഇന്നും നമ്മുടെ ഇടയിൽ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് എന്ന് പ്രവാചകന്റെ സ്വഭാവത്തിന്റെ മഹിതമായ വശങ്ങളെ കുറിച്ച് അവർ തന്നെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, വലാ യുശ്രികു ബിഹി അബദാ, അവന് പുറമെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രഖ്യാപിക്കുകയാണ്. അന്ന് വരെ പ്രവാചകനെ സൽസ്വഭാവിയെന്നും വിശ്വസ്തനെന്നും വിളിച്ചിരുന്ന ആളുകൾ
അവരുടെ നേതാവായ അബൂജഹൽ പ്രവാചകനെതിരെ ആക്രോശിക്കുകയാണ്. തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് വലിയ നാശമാണ് വരാനിരിക്കുന്നത്, നിനക്ക് വലിയ അപകടമാണ് വരാനിരിക്കുന്നത്. അലിഹാദ ജമഅതന, നീ ഇതിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളെയൊക്കെ ഈ സഫാ കുന്നിന്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തിയത്? ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്ത മുഖവുമായി പ്രവാചകനെ ആദ്യമായി എതിരിടുന്ന വ്യക്തിയാണ് അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യൻ. അന്നുവരെ സൽസ്വഭാവിയും വിശ്വസ്തനുമായിരുന്ന മുഹമ്മദ് ശപിക്കപ്പെട്ടവനായി മാറുന്ന ചരിത്രമാണ് ചരിത്രങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം അവിടെ പറഞ്ഞു കൊടുത്തപ്പോൾ അതനുസരിക്കുവാൻ കൂട്ടാക്കാതെ പ്രവാചകനെ ആക്രമിക്കുകയും പ്രവാചകനെ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നുവരെ പ്രവാചകനെ ചേർത്തു നിർത്തിയ ആളുകളൊക്കെ ആ നിമിഷം മുതൽ പ്രവാചകന് ശത്രുക്കളായി മാറുകയാണ്. പ്രവാചകൻ നടക്കുന്ന വഴികളിൽ പ്രവാചകനെ ഉപദ്രവിക്കുവാൻ വേണ്ടി മുള്ളുകളും അതുപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുന്ന വസ്തുക്കളും കൊണ്ടുപോയി പ്രവാചകൻ നടക്കുന്ന വഴികളിൽ പ്രവാചകനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രവാചകൻ സുജൂദിലായിരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ പ്രവാചകന്റെ പിരടിയിൽ കൊണ്ടുപോയവർ ചാർത്തിക്കൊടുത്തു. അതിന്റെ ഭാരം കാരണം പ്രവാചകൻ സുജൂദിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ മനുഷ്യന്മാർക്ക് യഥാർത്ഥ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ പോയ പ്രവാചകനുണ്ടായ ജീവിതത്തിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യനും സഹിക്കാവുന്നതിലും അപ്പുറമുള്ള പ്രയാസങ്ങളും പീഡനങ്ങളുമായിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമൂഹത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ ആ ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ്. അവസാനം പ്രവാചകനെ ഉപദ്രവിച്ച ആളുകൾ, പ്രവാചകനെ പരിഹസിച്ച ആളുകൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ മക്ക വിജയത്തിന് വന്നു നിൽക്കുന്ന ഒരു സുന്ദരമായ രംഗമാണ് ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം മനുഷ്യരെ യഥാർത്ഥമായ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യരായ നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ നമ്മുടെ സൃഷ്ടാവിന്റെ കൽപ്പനകൾ അത് മനസ്സിലാക്കുവാൻ നമ്മൾ ആദ്യം തയ്യാറാകണം. അതിലുപരി അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ ഐഹികമായ ദുനിയാവിലെ ജീവിതം അത് ധന്യമാകുമെന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ കേവലം നശിച്ചു പോകുന്ന ഈ ദുനിയാവിലെ കുറെ അനുഗ്രഹങ്ങളും ആഡംബരങ്ങളും കൈമുതലാക്കി സ്വീകരിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം അത് ധന്യമാവുകയില്ല. മറിച്ച് ഈ ജീവിതത്തിന് ശേഷം വരാനിരിക്കുന്ന അനന്തമായ പരലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച ആ ഒരു ലക്ഷ്യത്തിലൂടെ നടന്ന് അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അത് ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നിഷേധിക്കുവാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്കും സാധ്യമല്ല. കാരണം നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്.
നമുക്ക് എത്രയോ പ്രിയപ്പെട്ട ആളുകൾ മരണത്തിന് ഇന്ന് കീഴടങ്ങിയിട്ടുണ്ട്. നമ്മളും നാളെ മരണത്തിന് കീഴടങ്ങേണ്ടവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. ആ മരണത്തിന് ശേഷം അനന്തമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുകയാണ്. വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. ആ പരലോക ദിവസത്ത് നമ്മുടെ നന്മ തിന്മകൾക്കുള്ള പരിപൂർണമായ പ്രതിഫലം അവിടെയാണ് നാളെ അള്ളാഹു നൽകുന്നത്. ആരാണോ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് യഥാർത്ഥ വിജയി. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്നത് കേവലം വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച്, ഇതിന്റെ നൈമിഷികതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ നമ്മൾ ആലോചിക്കണം, ഭൂരിഭാഗം മനുഷ്യരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേവലം നശിച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. ഏത് നിമിഷവും നശിച്ചു പോകാവുന്ന, ഏത് നിമിഷവും തകർന്ന് തരിപ്പണമായി പോകാവുന്ന ഒരു ജീവിതമാണ് ഈ ഭൗതികമായ ദുനിയാവിലെ ജീവിതമെന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നാൽ പരലോക ജീവിതത്തിൽ വിജയിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥമായ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തിയവരെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്, മറിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിനോട് ചില ബാധ്യതകളുണ്ട്, നമ്മുടെ അടുത്ത ബന്ധുക്കളോട് ചില കടപ്പാടുകളും കടമകളുമുണ്ട്. അതല്ലാതെ നമുക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ള ഒരു ആശയമല്ല ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഏ വിശ്വാസികളെ, നിങ്ങൾക്ക് ചില കടമകളും കടപ്പാടുകളുമുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഒന്ന്, നിങ്ങളെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ കാത്തുരക്ഷിക്കണം. അതുപോലെ തന്നെ വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഒരു വിശ്വാസിയുടെ കടമയും ബാധ്യതയുമായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കുടുംബത്തിന് അത്രത്തോളം പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ കുടുംബത്തോടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കടമകളും കടപ്പാടുകളും ഉള്ളത് നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തോടാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും, ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതും എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ കേവലം ഭൗതികമായ ഈ ലോകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി തീരുന്നുവോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ദുനിയാവിലെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് എന്തു പറഞ്ഞാലും നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ദുനിയാവിൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ പരമാവധി അത് സാധിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ കഷ്ടപ്പെടാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരാഗ്രഹം നമ്മളോട് പറഞ്ഞാൽ ആ മക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏതറ്റം വരെയും പോകാൻ നമ്മളിൽ പലരും തയ്യാറാണ് പലപ്പോഴും. പക്ഷേ ദീനിന്റെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ അതോടൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മൾ മാത്രം അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തഖവയോടുകൂടി ജീവിച്ചാൽ പോരെ, മറിച്ച് നമ്മുടെ കുടുംബവും അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന് പറഞ്ഞപ്പോൾ
നബിയെ, താങ്കൾ പ്രിയപ്പെട്ടവരോട്, താങ്കളുടെ കുടുംബക്കാരോട് ഈ സന്ദേശം പറയണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു അറപ്പും കൂടാതെ, യാതൊരു പേടിയുമില്ലാതെ, യാതൊരു വൈമനസ്യവുമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന അതിയായ ആഗ്രഹത്തിൽ അവരോടും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടൊരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളും കടമകളുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് നൽകുന്നത് അതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം വഹി ലഭിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം സങ്കടപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഓടി വരുന്നത് തന്റെ പ്രിയതമയുടെ അടുക്കലേക്കായിരുന്നു. യാ ഖദീജ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയ പത്നിയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഹിറാ ഗുഹയിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നും വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹു പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്, പ്രവാചകനെ സമാധാനപ്പെടുത്തുകയാണ്. കല്ല വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. നബിയെ, മുഹമ്മദേ, താങ്കളെ ഒരിക്കലും അല്ലാഹു സങ്കടപ്പെടുത്തുകയില്ല, അല്ലാഹു പ്രയാസപ്പെടുത്തുകയില്ല. കാരണം താങ്കൾ ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന ഒരു മനുഷ്യനല്ല. അതുപോലെ തന്നെ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരെ സഹായിക്കുന്ന പ്രകൃതമുള്ള മനുഷ്യനാണ്. താങ്കൾ സംസാരിച്ചാൽ കളവ് പറയാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള പ്രവാചകന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ജമ്മിലൂനി യാ ഖദീജ, ദഫിറൂനി യാ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ആ ഖദീജയുടെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു കൊടുത്തു, താങ്കൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, താങ്കൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, താങ്കളെ അള്ളാഹു ഒരിക്കലും തന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഭാര്യയെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. നമ്മളൊക്കെ ആലോചിക്കണം, ദീനിന്റെ വിഷയത്തിൽ നമ്മെ സഹായിക്കുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന ഭാര്യമാരാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം തരാനുള്ള ഇണകളാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതുപോലെ തന്നെ മക്കളെ കുറിച്ച് പറഞ്ഞ ഇടത്ത് ഖുർആൻ പറഞ്ഞു, മക്കളെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ അലങ്കാരങ്ങളും അനുഗ്രഹങ്ങളുമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹത്തെ നിങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മക്കളോട് മാതാപിതാക്കളായ നമുക്ക് ചില കടമകളും കടപ്പാടുകളുമുണ്ട്. അവർക്ക് ദുനിയാവിൽ ഭക്ഷണം നൽകുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ നൽകുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക മാത്രമല്ല, ഒരു മാതാവിനെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച് ആ കുട്ടികളോടുള്ള ബാധ്യത എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പരാതിയുമായി ഒരു പിതാവ് കടന്നു വരികയാണ്. അദ്ദേഹം തന്റെ മകന്റെ കുറെ പരാതികൾ അമീറുൽ മുഅ്മിനീനോട് ബോധിപ്പിക്കുകയാണ്. എന്റെ മകൻ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും എതിർത്തുകൊണ്ട് എന്റെ മകൻ സംസാരിക്കുന്നു എന്ന് തുടങ്ങി കുറെ പരാതികൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന ഒരു പിതാവ് പറയുകയാണ്. ആ പിതാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ മകനുമുണ്ട്. ആ മകൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവ് എന്ന നിലയ്ക്ക് തന്റെ മക്കളോട് തന്റെ പിതാവിന് ചില കടമകളില്ലേ? എന്തൊക്കെയാണ് ആ കടമകൾ? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊന്നാമതായി പറഞ്ഞത് യൻതഖിയ ഉമ്മഹു,
ഒരു കുട്ടിക്ക് ഒരു പിതാവിന് നൽകുവാനുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് അന്യൻ തഖിയ ഉമ്മഹു, ഒരു നല്ല മാതാവിനെ നൽകുക എന്നുള്ളതാണ്. റബ്ബിനെ പേടിയുള്ള ഒരു മാതാവിനെ നൽകുക എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞത് വയഹ്സുനു ഇസ്മഹു, കുട്ടികൾക്ക് നല്ല പേരിടുക എന്നുള്ളതാണ്. മൂന്നാമതായി പറഞ്ഞത് വയുഅല്ലിമുഹുൽ കിതാബ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്. മാതാവായിരുന്നാലും പിതാവായിരുന്നാലും അവരുടെ ഇണയായി തിരഞ്ഞെടുക്കുന്നത് റബ്ബിനെ പേടിയുള്ള, പടച്ചതമ്പുരാന്റെ നിയമാവലികൾ അനുസരിക്കുന്ന ആളുകളെ ആയിരിക്കണം. അതാണ് തന്റെ മക്കളോട് ചെയ്യുവാനുള്ള ഒന്നാമത്തെ കടമയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുത്തത്. രണ്ടാമതായി പറഞ്ഞത് നല്ല പേര് നിങ്ങൾ മക്കൾക്ക് ഇട്ടുകൊടുക്കണമെന്ന അർത്ഥമുള്ള ആശയമുള്ള ഇസ്ലാമികമായ പേരുകൾ നിങ്ങളുടെ മക്കൾക്ക് ഇട്ടുകൊടുത്താൽ ആ പേരിനനുസരിച്ചായിരിക്കും അവന്റെ സ്വഭാവം വളർന്നു വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുത്തത്. മൂന്നാമതായി പറഞ്ഞത് വയുഅല്ലിമുഹുൽ കിതാബ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുക മക്കൾക്ക്. അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമകളിലും കടപ്പാടുകളിലും പെട്ടതാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, ഈ നിൽക്കുന്ന എന്റെ പിതാവ് എന്ന മനുഷ്യൻ ഈ 3 ബാധ്യതകളും എന്നോട് നിറവേറ്റിയിട്ടില്ല. എനിക്ക് നല്ല ഒരു മാതാവിനെ തരാൻ എന്റെ പിതാവിനായിട്ടില്ല. കാരണം എന്റെ മാതാവ് എന്ന് പറയുന്നത് ഒരു അഗ്നിയെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമതായ കുട്ടി പറഞ്ഞു, എനിക്ക് എന്റെ പിതാവ് തിരഞ്ഞെടുത്ത് ഇട്ടു തന്ന പേരെന്ന് പറയുന്നത് ജഹറാൻ എന്നുള്ളതാണ്. ഒരർത്ഥവുമില്ലാത്ത, ഒരാശയവുമില്ലാത്തൊരു പേര്. ജഹറാൻ എന്ന് പറഞ്ഞാൽ കറുത്ത വണ്ട് എന്നാണ്. കറുത്ത വണ്ട് എന്ന ആളുകൾ കളിയാക്കുന്ന രൂപത്തിലുള്ള അർത്ഥശൂന്യമായ ഒരു പേരാണ് എന്റെ പിതാവ് എനിക്ക് തിരഞ്ഞെടുത്തിട്ട് വന്നത്. മൂന്നാമതായ കുട്ടി പറഞ്ഞു വയുഅല്ലിമുഹുൽ കിതാബ് എന്ന് താങ്കൾ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. എന്റെ പിതാവിന് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു വചനം പോലും എനിക്ക് പഠിപ്പിച്ചു തരാൻ ഇത്രയും നാളായിട്ടും സാധിച്ചിട്ടില്ല എന്ന് ആ കുട്ടി സങ്കടത്തോടുകൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ആ 3 കാര്യത്തിലും ആ കുട്ടിയുടെ പിതാവ് പരാജിതനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മാതാവിനും ഒരു പിതാവിനും തന്റെ കുട്ടിയോടുള്ള ഏറ്റവും വലിയ കടമയായി പറഞ്ഞ 3 വിഷയങ്ങളിലും ആ പിതാവ് പരാജയപ്പെട്ടതായി നമുക്കവിടെ കാണാൻ കഴിയും. എന്നിട്ടാണ് ആ പിതാവ് മകനെയും കൂട്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് മകനെ കുറിച്ച് പരാതി പറയുന്നത്. എന്റെ മകൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറയുവാനുള്ള എന്തെങ്കിലും അനുവാദം ആ മനുഷ്യനുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശം ആ മനുഷ്യരോടുകൂടി അവസാനിക്കുന്നതല്ല. അതിനുശേഷം ഈ ലോകാവസാനം വരെ കടന്നു വരുന്ന ഓരോ മുസ്ലിമിനും ഓരോ മുഅ്മിനിനും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ സാരോപദേശമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പിതാവിന് നൽകിയത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പനകൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചു നോക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു കടമകൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ടത് നല്ലൊരു മാതാവിനെയാണോ എന്റെ മക്കൾക്ക് ഞാൻ സമ്മാനിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിക്കണം. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ മക്കൾക്ക് നല്ലൊരു പിതാവിനെയാണോ, പടച്ചവനെ പേടിയുള്ള റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മുത്തഖിയായ ഒരു പിതാവിനെയാണോ എന്റെ മക്കൾക്ക് ഞാൻ ഭർത്താവായി തിരഞ്ഞെടുത്ത് എന്റെ മക്കൾക്ക് ഒരു വാപ്പയായി ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത് ആലോചിക്കേണ്ട നമ്മുടെ മക്കൾക്ക് നല്ല പേരുകളാണോ ഇട്ടുകൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കണം.
അർത്ഥവത്തായ ഇസ്ലാമികമായ നാമങ്ങളാണോ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് പേരുകൾ മക്കൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് പേര് കണ്ടെത്തുവാൻ വേണ്ടി സമയം മെനക്കെടുത്തുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഏത് പേര് തങ്ങളുടെ മക്കൾക്ക് ഇട്ടുകൊടുത്താലും അതിലൊന്നും സംതൃപ്തി കണ്ടെത്താത്ത മാതാപിതാക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അർത്ഥശൂന്യമായ പേരുകൾ നമ്മൾ മക്കൾക്ക് ഇട്ടുകൊടുക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം അതനുസരിച്ചായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മക്കളുടെ പേരുകൾ കേൾക്കുമ്പോൾ അവൻ ഏത് മതത്തിലുള്ളവനാണെന്ന് പോലും തിരിച്ചറിയാൻ പാടില്ല എന്ന രൂപത്തിൽ ഇന്ന് മക്കൾക്ക് പേരുകൾ തിരഞ്ഞെടുക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള മാതാക്കളും പിതാക്കളും എന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ടാണ് നമ്മൾ മക്കളെ കുറിച്ച് കുറ്റം പറയുന്നത്. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾ അനുസരിക്കുന്നില്ലൊന്നും എന്നൊക്കെ മറ്റുള്ളവരോട് പരാതി പറയുന്നതിന് മുമ്പ് മക്കളോടുള്ള കടമകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മൂന്നാമതായി പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കണമെന്ന്. നമ്മുടെ മക്കളും ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മൾ ഭൗതികമായി മക്കൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസം നൽകാൻ കഴിയുമോ അങ്ങേ അറ്റം നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാറുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം ഭൗതികമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും അവർ വന്നു കഴിഞ്ഞാൽ അടുത്ത ട്യൂഷനിലേക്ക് നമ്മൾ അവരെ പറഞ്ഞയക്കുന്നു. അതും പോരാഞ്ഞിട്ട് ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകമായി ട്യൂഷനുകൾ നൽകുന്നു. ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ മക്കളെ നമ്മൾ നിരന്തരം പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ മക്കളെ ഇങ്ങനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദീനിന്റെ വിഷയം വരുമ്പോൾ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിന് നമ്മുടെ മക്കളെ പങ്കാളികളാക്കാതെ കേവലം ഭൗതികമായ വിഷയങ്ങളിൽ മാത്രം അവരെ ഒതുക്കി നിർത്തി കൊണ്ടുപോകുന്നവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിനെ കുറിച്ച്, ഈ ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നന്മകളെക്കാളും ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതിഫലിച്ചു നിൽക്കുന്നത് തിന്മകളാണ്. എവിടെയോ നോക്കിയാലും തിന്മകളുടെ കൂമ്പാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും തിന്മകളെ സ്നേഹിക്കുന്നവരെയുമാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ ഈ ആധുനിക യുഗത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പത്രമാധ്യമങ്ങളും മീഡിയകളും ഒക്കെ ഓരോ ദിവസവും മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മക്കളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരിക. 10 മാസം ചുവന്ന് ഗർഭം ധരിച്ച് പ്രയാസങ്ങൾ പേറി അവന് ജന്മം കൊടുത്ത മാതാവിനെ പോലും കേവലം നൈമിഷികമായ സുഖത്തിനു വേണ്ടി, ലഹരിക്കു വേണ്ടി, അതിന് പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ, അതിന് ഒത്താശ ചെയ്യാത്തതിന്റെ പേരിൽ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ആ ലഹരി ഉപയോഗിക്കാൻ സ്വന്തം മാതാവ് പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവരെ വളരെ മൃഗീയമായി വാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് മൃഗീയമായി കൊലപ്പെടുത്തിയ ആഷിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം മാധ്യമങ്ങൾ, മീഡിയകൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിച്ചതാണ്. നമ്മളൊക്കെ വളരെയധികം ആശ്ചര്യത്തോടുകൂടി എങ്ങനെയാണ് സ്വന്തം മാതാവിനെ ഇത്രത്തോളം നികൃഷ്ടമായ രൂപത്തിൽ മൃഗീയമായി കൊല്ലാൻ ഒരു മകന് സാധിക്കുക എന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചവരാണ്. റബ്ബിനെ കുറിച്ച് ബോധമില്ലാതാകുമ്പോൾ, പടച്ച തമ്പുരാനെ കുറിച്ച് കൃത്യമായ അറിവില്ലാതാകുമ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്തു പോകുന്ന അപരാധങ്ങളാണ് ഇതൊക്കെ. ഒരുപക്ഷെ ആ മകന് ഭൗതികമായി ആ ഉമ്മ ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ നൽകിയിട്ടുണ്ടാകും, ഒരുപാട് പണം മുടക്കി പഠിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, മാതാപിതാക്കളുടെ സ്ഥാനം എന്താണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ
അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം അവന് പകർന്നു കൊടുക്കുവാനുള്ള സമയം ഒരുപക്ഷെ ആ മാതാവിന് കിട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ആ മകൻ തന്റെ മാതാവിനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് തന്റെ മാതാപിതാക്കളോടുള്ള കടമകൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത കഴിഞ്ഞാൽ അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നീ നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്നാണ്. ഒരു മനുഷ്യന് ആദ്യത്തെ കടമ റബ്ബിനോടാണ്. തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടമ എന്നുള്ളത്, തന്റെ സൃഷ്ടാവിനോടാണ്. ആ സൃഷ്ടാവിനോടുള്ള കടമകൾ കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു പറഞ്ഞൊരു കാര്യം, വബിൽ വാലിദൈനി ഇഹ്സാന, നീ നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അവർ വയസ്സാകുമ്പോൾ, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചേ എന്ന് പോലും നിങ്ങൾ വർത്തമാനം പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിസ്സാരമായി ഉപയോഗിക്കുന്ന ഒരു വർത്തമാനമാണ് ചേ എന്ന് ഉപയോഗിക്കുന്ന വർത്തമാനം. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ജീവിതത്തിൽ അനവധി തവണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചേ എന്ന് പറയുന്നത്. എന്നാൽ നിന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചേ എന്ന് പോലും നീ സംസാരിക്കരുതെന്നാണ്. വലാ തൻഹർഹുമാ, അതുപോലെ അവരോട് കയർത്തുകൊണ്ട് പരുഷമായ രീതിയിൽ നീ അവരോട് സംസാരിക്കരുത്. വഖ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നീ കാരുണ്യത്തോടുകൂടി താഴ്മയോടുകൂടി അവരോട് വർത്തിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇന്ന് നമ്മുടെ തലമുറയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ അവസ്ഥകൾ നമ്മൾ എടുത്ത് പരിശോധിക്കണം. മാതാപിതാക്കളോടുള്ള സമീപനം അവർക്ക് എങ്ങനെയാണ്? മാതാപിതാക്കളോട് എങ്ങനെയാണ് അവരുടെ സമീപനം? നല്ല രൂപത്തിലാണോ അവർ വർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മളൊക്കെ ബാക്കി എല്ലാ കാര്യത്തിലും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും മതപ്രബോധന വിഷയങ്ങളിലുമൊക്കെ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. പക്ഷേ മാതാപിതാക്കളുടെ വിഷയങ്ങൾ വരുമ്പോൾ അവരുമായിട്ടുള്ള സമീപനം എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കണം. പലരുടെയും ജീവിതത്തിൽ മാതാപിതാക്കളുടെ സമീപനത്തിൽ വളരെ വലിയ അബദ്ധങ്ങളും വീഴ്ചകളുമാണുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തി അവരെ സങ്കടപ്പെടുത്തിയുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഇവിടെ നയിക്കുന്നതെങ്കിൽ മരണാനന്തരം പരലോകത്തേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കായിരിക്കും നമ്മളെ പ്രവേശിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഒരു വിശ്വാസി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവന്റെ ആയുസ്സിനെ ധന്യമാക്കി നാളെ പരലോകത്ത് അവന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഫാമിലി കോൺഫറൻസുകൾ ഈ സമൂഹത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ കുടുംബ ഛിദ്രതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബമായി ജീവിക്കുവാൻ വേണ്ടി തീരുമാനിച്ച് വിവാഹം കഴിക്കുന്നവർ കൂടിപ്പോയാൽ 1, 2, 3 മാസം ജീവിച്ച് പിന്നീട് 2 വഴിക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് അതിൻ്റെതായ സ്ഥാനം കൊടുക്കാത്ത ആളുകളെയാണ് എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നത്. യുവതലമുറ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്,
എൻ്റെ ജീവിതം, എൻ്റെ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് അവർ പലപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ വിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ സ്വന്തമായി തീരുമാനിക്കുവാൻ ഇന്ന് യുവതലമുറ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും വിവാഹം കഴിക്കുന്നത് പോലും അതൊരു തെറ്റായി കാണുന്ന ഒരു സമൂഹമായി ഇന്ന് നമ്മുടെ യുവസമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളും യുവതികളും ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന്റെ ആ ഒരു പരിശുദ്ധി കളങ്കപ്പെടുത്തിക്കൊണ്ട് വിവാഹമില്ലാതെ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം വരുമ്പോൾ, ആണും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം വരുന്നു, പെണ്ണും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം കടന്നു വരുന്നു. ഇതിനെയൊക്കെ സമൂഹം ഇന്ന് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കും ഇന്ന് നമ്മുടെ മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിലാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. തിന്മകൾ പോലും നന്മകളായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ റബ്ബിനെ കുറിച്ചറിയാതെ ജീവിച്ചാൽ അത് വളരെയധികം പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫാമിലി കോൺഫറൻസുകൾ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബം ഭദ്രമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു നല്ല സമൂഹത്തെ നമുക്ക് പടുത്തുയർത്തുവാൻ കഴിയൂ. ഒരു നല്ല സമൂഹത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നാളെ പരലോകത്തേക്ക് നല്ല രൂപത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ ആ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി നല്ല രൂപത്തിൽ ജീവിച്ച് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതോടൊപ്പം തന്നെ വിശ്വാസവിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് കേരളത്തിലുടനീളം ക്യാമ്പയിനുകളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം നൂറുകണക്കിന് പ്രോഗ്രാമുകളാണ് ഈ വിഷയകമായി ഇന്ന് നടന്നിരിക്കുന്നത്. ഇനിയും അങ്ങോട്ട് നടക്കാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച 23-ാം തീയതി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കാനിരിക്കുന്നത്. ആ പരിപാടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ ആ ഒരു പ്രോഗ്രാമിലേക്ക്, ആ ഒരു സമ്മേളനത്തിലേക്ക്, ആ ഒരു മഹാസമ്മേളനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. നമ്മുടെ അടുത്ത ബന്ധുക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും എല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകുവാനുള്ള വഴികൾ അന്വേഷിക്കാം. എത്ര സന്തോഷമായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നല്ല മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സന്തോഷമുണ്ടാകുന്ന കാര്യമായിരിക്കും. നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബക്കാരെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷണിക്കാറുണ്ട്. ജീവിതത്തിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അവരെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷകരമായ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ അതിൽ പങ്കെടുപ്പിക്കാൻ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. അത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ അത് കുടുംബക്കാരുമായി പങ്കുവെക്കുക എന്നുള്ളത്, ആ സന്തോഷത്തിൽ മറ്റുള്ള കുടുംബക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ സഹോദരന്മാരെ, റബ്ബിന്റെ വിഷയത്തിൽ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദീനീ വിഷയം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ കൂടെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആശയം നമ്മുടെ മനസ്സുകളിലേക്ക് വരുമ്പോൾ എത്രമാത്രം സന്തോഷകരമായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ ആലോചിച്ച് നോക്കണം. ദുനിയാവിന്റെ പല കാര്യങ്ങളിലും നമ്മൾ അവരെ പങ്കെടുപ്പിക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പരലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കൂടി അവരെ പങ്കാളികളാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായി ഒരു കാര്യമായി മാറും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ,
ഈ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന ആ ഒരു മഹാസമ്മേളനത്തിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ കുടുംബക്കാരെ മുഴുവൻ ആളുകളെയും ആ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുവാനുള്ള ബാധ്യതകൾ ഓരോ വിശ്വാസിയായ മനുഷ്യർക്കുമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയും. അവരെ ആ പരിപാടിയിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് റബ്ബിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് അവർ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും തുടങ്ങിയാൽ നമ്മുടെ കുടുംബം സമാധാനപൂർണ്ണമാക്കും. പല ആളുകളും ഇന്ന് പറയാറുള്ളത് കുടുംബത്തിൽ സമാധാനമില്ല എന്നുള്ളത്. കുടുംബത്തിൽ സമാധാനമില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്, വലിയ പ്രയാസമാണ് എന്നൊക്കെ പലരും പങ്കുവെക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമാധാനം ആദ്യം നഷ്ടപ്പെടും. അതിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, റബ്ബിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മാത്രമേ സമാധാനം കൈവരികയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഐക്യമുണ്ടാകണമെങ്കിൽ, ഛിദ്രതകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം അവരെ കൂടി ഇസ്ലാമികമായ ആ ഒരു തണലിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ കൂടി അതിൽ പങ്കാളികളാക്കുക എന്നുള്ള ആ ഒരു ദൗത്യം കൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അതിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാർ, നിങ്ങളും നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടുന്ന ബാധ്യത വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റി യഥാർത്ഥമായ നമ്മുടെ ആയുസ് ധന്യമാക്കി യഥാർത്ഥമായ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായി ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ വിശാലമായ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്തും മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് സംഘമായി വിശ്വാസികളെ പ്രവേശിക്കുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒന്നടങ്കം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ ഒരു കൺകുളിർമ നമുക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. ആയുസ് ധന്യമാക്കുക എന്ന വിഷയത്തിൽ കൃത്യമായ മാർഗരേഖയിലൂടെ ആ വിഷയ അവതരണം പൂർത്തിയാക്കിയ ബഹുമാന്യ പ്രഭാഷകൻ സഫീർ സലാഹിക്ക് അള്ളാഹു ഏറ്റമേറ്റം റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച 23-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് പെരുമാതുറ യൂണിറ്റിന്റെ ഭാഗമായി 5 ബസ്സുകൾ ഈ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നും കൃത്യം 3:30 പുറപ്പെടുകയാണ്. ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാ സഹോദരങ്ങളും കുടുംബത്തോടൊപ്പം നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നും ആ പ്രോഗ്രാം ഉപയോഗപ്രദമാക്കണമെന്നും പറഞ്ഞുകൊണ്ട്
നിർത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാതറ യൂണിറ്റിന്റെ ട്രഷറർ ഇർഷാദ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വരുന്ന 23-ാം തീയതി നടക്കുന്ന വിസ്ഡം ഫാമിലി കോൺഫറൻസിലേക്ക് ഇതിലിപ്പോൾ പരമാവധി ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളെ കൂടി നമ്മളൊന്ന് അറിയിച്ചാൽ നമ്മൾ പോയി കണ്ട് അവരെ രജിസ്റ്റർ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി വരാം. നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ആയുസ് ധന്യമാക്കുക എന്ന വിഷയം അതിഗംഭീരമായി ഇവിടെ അവതരിപ്പിച്ച സഫീർ സൊലാഹിക്ക് ഈ സംഘടനയുടെ പേരിൽ പെരുമാറ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാറ ശാഖയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ കൂടിയ ഓരോരുത്തർക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമാറ യൂണിറ്റിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സമാധാനം നഷ്ടപ്പെടുന്ന വീടകങ്ങൾ, ദാമ്പത്യരംഗത്തെ അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതയും അശാന്തിയും നിറഞ്ഞ കുടുംബജീവിതങ്ങൾ, പരിസരബോധം മറന്ന പ്രണയബന്ധങ്ങൾ, ലഹരിമണക്കുന്ന മണിയറകൾ, മാറിയ തലമുറയും തകരുന്ന ധാർമ്മികതയും, സോഷ്യൽ മീഡിയയിൽ തലകുനിഞ്ഞിരിക്കുന്ന യുവസമൂഹം, മക്കളുടെ മൊബൈൽ ഉപയോഗം, പരിധിവിടുന്ന വിവാഹാഘോഷങ്ങൾ, പ്രണയ നൈരാശ്യത്തിൽ അകപ്പെടുന്ന മക്കൾ, ലഹരിയിലും അവിഹിതങ്ങളിലും തകർന്ന ദാമ്പത്യബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കയ്പും മധുരവും, നാശം വിതയ്ക്കുന്ന ഫാഷിസം, പുതുതലമുറയെ നശിപ്പിക്കുന്ന ലിബറലിസം, സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുകയെന്ന മാനവിക ഐക്യ സന്ദേശത്തെ നിരാകരിച്ച് വ്യത്യസ്ത സൃഷ്ടികളിൽ അഭയം തേടുന്ന സമൂഹം, വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന പൗരോഹിത്യം തുടങ്ങിയ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഫാമിലി കോൺഫറൻസ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് 2025 ഫെബ്രുവരി 23 ഞായർ വൈകുന്നേരം 4 മണി മുതൽ കിഴക്കേക്കോട്ട പുത്തിരിക്കണ്ടം മൈതാനിയിൽ നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.